ഹലോ ഗൈസ്, എന്നാൽ നമ്മൾ വോക്ക് അറൗണ്ട് ആകാൻ പോകുന്നത് ഫോർഡിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറാണ്. എന്താ പറയുക, ഫോൾക്സ് വാഗന് ഗോൾഫ് ഉള്ള പോലെ ഫോർഡിൻ്റെ ഫോക്കസ്, അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ വണ്ടിയാണിത്. ഇതാണ് വണ്ടിയുടെ ലുക്ക്. LED ഹെഡ് ലാംപ്സ് ആണ്. ഇതിനിപ്പോൾ സ്റ്റീൽ വീലാണ്. ഇത് അലോയ് വീൽസിൽ അവൈലബിൾ ആണ്. ഇതാണ് വണ്ടിയുടെ സൈഡ് ലുക്ക്. ഇതൊരു കോമ്പിയാണ്. ഇത് നമുക്ക് ഹാച്ച് ബാക്കിൽ അവൈലബിൾ ആണ്. ഇതാണ് ഇൻറ്റീരിയർ ലുക്സ്. നോട്ട് ബാഡ്. വലിയ ടച്ച് സ്ക്രീൻ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതിപ്പോൾ ഒരു 6 സ്പീഡ് മാനുവലാണ്. ഇതിൽ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഇതാണ് ഇൻറ്റീരിയർ ലുക്ക്. ഇതാണ് ബാക്ക് ലുക്ക്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ്. എന്താ പറയുക, ഒരു ഫാമിലി കാറാണ്. നമ്മളവിടെ MPV സെഗ്മെൻറ്റ്സിലൊക്കെ പെടാവുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ അകത്ത് ബൂട്ട് സ്പേസ് മാത്രമേ ഉള്ളൂ. 5 സീറ്ററാണ്. ഇതാണ് ബാക്കി എന്നുള്ള ലുക്ക്. കാണാനൊക്കെ അത്യാവശ്യം ലുക്കും സ്പോർട്ടിയുമായിട്ടുള്ളൊരു വണ്ടിയാണ്. ഈ വണ്ടി ഇപ്പോൾ 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് ജർമ്മനിയിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 1 ലിറ്റർ എക്കോ ബൂസ്റ്റ് മൈൽഡ് ഹൈബ്രിഡ്, ഒരു 155 ഹോഴ്സ് പവറിൻ്റെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനും, പിന്നെ ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ്. അതിന് ഏകദേശം 120 ഹോഴ്സ് പവർ അത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ്, എൻജിൻ സ്പെക്സ് ഒക്കെ. ഇതാണ് സൈഡ് വ്യൂ. അത്യാവശ്യം ഇത് ഭയങ്കര എന്താ പറയുക, 5 മീറ്ററിന് താഴെ നീളമുള്ളൊരു വണ്ടിയാണ്. ഇതൊരു കോമ്പിയാണ്. ഇത് ഫോക്കസിൻ്റെ തന്നെ ഇത് ഹാച്ച് ബാക്കാണ്. ഇത് കുറച്ചും കൂടി എന്താ പറയുക, സ്പോർട്ടിയർ ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ലുക്ക് എനിക്ക് തോന്നി. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. കണ്ടോ, നോബ്. ഇതാണ് ഈ വണ്ടിയുടെ ലുക്ക്. ഇന്റീരിയറൊക്കെ സെയിം തന്നെ ആയിരിക്കും, ഇതിൽ വ്യത്യാസമൊന്നുമില്ല. ഇതിനൊരു ഫോക്കസ് ST എന്ന് പറഞ്ഞിട്ടൊരു മോഡലും കൂടി ഉണ്ട്. അതിൻ്റെ സ്പോർട്സ് വേരിയൻ്റ് 2.3 ലിറ്ററുള്ള പെട്രോൾ എഞ്ചിൻ. അതിൻ്റെ വീഡിയോ നമ്മൾ ഈ ചാനലിൽ ഇടും. ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക്. എന്തായാലും വണ്ടി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ഫോർഡിൻ്റെ ഫോക്കസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. ശരി, ബൈ.